സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. സർ, പ്രതിപക്ഷം കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ അബദ്ധമാണ് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള തീരുമാനവും പ്രമേയവും. ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഒരു നിയമസഭാംഗമാണ് പറവൂർ MLA ശ്രീ VD സതീശൻ. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രമേയ അവതരണം കേൾക്കുകയായിരുന്നു. പക്ഷെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ഒരു അടിയന്തര പ്രമേയം ഈ സഭയിൽ ഇതിനു മുൻപ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങളെക്കാൾ, അടിയന്തര പ്രമേയങ്ങളെക്കാൾ എത്രയോ ദുർബലമായിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയമാണ് ഈ നിയമസഭയിൽ ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ചത്. എനിക്ക് മുൻപ് കോൺഗ്രസിലെ മുതിർന്ന 3 നേതാക്കൾ സംസാരിച്ചു. ശ്രീ പ്രമേയ അവതാരകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ PT തോമസ്. സർ, എന്താണ് ഇവർ പറയുന്ന കാര്യത്തിന്റെ ഉള്ളടക്കം? വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ്? ഈ സർക്കാരിനെതിരെ, ഈ സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? ഇല്ല. ഇവർ വിചാരിക്കുന്നത്, സർ, അഴിമതിയുടെ ചെളിയിൽ കിടക്കുന്ന അവർ വിചാരിക്കുന്നത് മറ്റുള്ളവരെയും ആ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിടണമെന്നുള്ളതാണ്. പക്ഷെ ഇടതുപക്ഷത്തെ അതിന് കിട്ടില്ല. എനിക്ക് ആദ്യം പറയാനുള്ളത്, സർ, അവരെ അവിശ്വാസം തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ അവിശ്വാസം അവതരിപ്പിക്കേണ്ടത്, UDF അവതരിപ്പിക്കേണ്ടത് അവരുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. ഈ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് പരസ്പരം അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ഉറപ്പിക്കാമായിരുന്നു, UDF-ലെ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും കൂടെ. പ്രതിപക്ഷ നേതാവ് ഈ COVID-19 പ്രതിരോധ കാലഘട്ടത്തിൽ എല്ലാ തന്ത്രങ്ങളിലൂടെയും സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തി, ആരോപണങ്ങൾ നടത്തി, അധിക്ഷേപങ്ങൾ നടത്തി, പലതവണ കോടതിയെ സമീപിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ കാലഘട്ടത്തിൽ സർക്കാരിനെതിരെ, സർക്കാരിന്റെ ജാഗ്രതയെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ്വശ്രമങ്ങളും നടത്തി. ഏറ്റവും ഒടുവിൽ അങ്ങ് ഡേറ്റ സ്പ്രിംഗ്ലർ മുതൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച പോലീസ് ഡേറ്റ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ടവർ ലൊക്കേഷൻ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരെ അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അത് തീർപ്പാക്കിക്കൊണ്ട് എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത്? കേരള ഹൈക്കോടതി പറഞ്ഞത്, COVID-19 പോസിറ്റീവ് കേസസ് സംസ്ഥാനത്ത് കൂടുന്ന കാര്യം ഹർജിക്കാരൻ ഓർക്കണമെന്നാണ്. ഒരു പ്രതിപക്ഷ നേതാവിനോട് സംസ്ഥാന ഹൈക്കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഞാൻ രാഷ്ട്രീയ അബദ്ധം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ കയ്യിലുള്ള സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 50-52 ദിവസങ്ങളിലായി നിങ്ങൾ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പുകമറയുണ്ടല്ലോ, അതൊന്നുമില്ല എന്ന് ഈ സഭയിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് മീഡിയ മാനിയ ഇല്ലാത്ത പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും വന്ന് വാർത്താ സമ്മേളനം നടത്തി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും ഇന്ന് ഈ സഭയിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് നുണപ്രചരണങ്ങളാണ്, അത് അടിസ്ഥാനമില്ലാത്തതാണ്, അത് വാസ്തവ വിരുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് എന്താണ് കാരണം എന്നറിയാമോ? രാഷ്ട്രീയ അബദ്ധം. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു അവസരം തുറന്നു കിട്ടുകയാണ്. ഈ സഭയുടെ ഫ്ലോർ ഓപ്പൺ ചെയ്യപ്പെട്ടു. ഈ സർക്കാരിനെയും കഴിഞ്ഞ UDF സർക്കാരിനെയും കൂടെ താരതമ്യം ചെയ്യുവാൻ. കഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെയാണ് ഈ സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വരുത്തി തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ആ അനുഭവം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അതിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കാരണം മുൻ മുഖ്യമന്ത്രിയെ ഒന്നുകൂടി ഇടിച്ചു താഴ്ത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാകാം. അതുകൊണ്ട് അതേതായാലും എന്തുമാകട്ടെ, എനിക്ക് മുൻപ് സംസാരിച്ച അഴീക്കോട് മെമ്പർ വലിയ കാര്യങ്ങൾ, ചില പേപ്പർ പദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. സമാശ്വാസ പദ്ധതി, ആശ്വാസകിരൺ. അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് എത്ര വാചാലനായി. അദ്ദേഹം BJP-യെ കുറിച്ച്, അല്ലെങ്കിൽ വിദേശകാര്യ സഹമന്ത്രി ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു വേവലാതിയുമില്ല. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും ബീറ്റിംഗ് ദ ബുഷ് എന്ന് പറയുക? അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്ര പേർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാണ്? എന്താണ് ഈ സഭയിൽ നിങ്ങൾ അത് പറയാത്തത്? ഈ സ്വർണം എവിടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഇത് ഈ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇതിൽ ആരൊക്കെ ഇടപെട്ടു എന്നന്വേഷിക്കണ്ടേ? എന്താണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? KT രമേശ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയാണ്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ
ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവാണ്. എന്താണ് മൗനം? മുഹമ്മദ് ഷാഫി ലീഗിന്റെ പ്രവർത്തകൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവിന്റെ ബന്ധുവാണ് മുഹമ്മദ് ഷാഫി. ബി.ജെ.പി. നേതാക്കളുമായി ശ്രീ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കളുമായി അടുത്ത ബന്ധം. പോയിന്റ് ഉണ്ടാവണം. പോയിന്റ് ഉണ്ട്, വ്യക്തമായ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അംഗം തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കേസിലെ പ്രതി റമീസ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായി ഒരു നിലക്കുള്ള ബന്ധവുമില്ല. അങ്ങനെ ബന്ധമില്ലാത്ത ഒരു സംഗതിയെ ഇവിടെ ബന്ധുവാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അത് രേഖയിൽ ഉണ്ടാവരുത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു. ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പോലും നിഷേധിക്കാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. സർ, മുഹമ്മദ് ഷാഫി ലീഗിന്റെ പ്രവർത്തകനല്ലേ? കള്ളക്കടത്ത് കേസിൽ ഈ കേസിൽ പ്രതിയല്ലേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവിന്റെ ബന്ധുവാണ്. എൻ രാധാകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട്. ലീഗ്, ബി.ജെ.പി., RSS കൂട്ടുകെട്ട് പുറത്തുവരും. അബൂബക്കർ പഴയടത്ത് സജീവ ലീഗ് പ്രവർത്തകൻ, ലീഗിന്റെ സാമ്പത്തിക സ്രോതസ് ശ്രീ മഞ്ഞളാംകുഴി അലിയിരിക്കുന്നു. നിയമസഭയിൽ നിയമസഭാംഗമായിരിക്കുന്ന ശ്രീ മഞ്ഞളാംകുഴി അലിയുടെ വിശ്വസ്തൻ അബൂബക്കർ പഴയടത്ത്. പ്രതികൾക്ക് UDF-ഉമായും ബി.ജെ.പി.യുമായി അടുത്ത ബന്ധം. ഞാൻ കൂടുതൽ പ്രതികളുടെ പേരുകളൊന്നും വായിക്കുന്നില്ല സർ. ഇവർക്ക് പ്രകോപനമുണ്ടായി സർ, ഇവർക്ക് പ്രകോപനമുണ്ടായി. ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സർ. ഇത് മാത്രമോ സർ, ഇത് മാത്രമോ? എത്രയോ സ്വർണ്ണക്കടത്ത് കേസിൽ 2017 പിടിക്കപ്പെട്ട യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹിയെ അതിനുശേഷം 6 മാസം മാറ്റി നിർത്തിയതിനു ശേഷം മലപ്പുറത്ത് വീണ്ടും അവരോധിച്ചവരാണ് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്. സർ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതല്ല നമ്മുടെ വിഷയം സർ. പിന്നെ ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടു. ഇവിടെ 2 വനിതാ മന്ത്രിമാരുണ്ട്. ബഹുമാനിയായ ശൈലജ ടീച്ചറും ബഹുമാനപ്പെട്ട ജെ മേഴ്സിക്കുട്ടിയമ്മയും സോഷ്യൽ മീഡിയയിലൂടെ മാത്രമോ KPCC അധ്യക്ഷൻ അവഹേളിച്ചില്ലേ ആരോഗ്യമന്ത്രിയെ? എന്തൊക്കെയാണ് പറഞ്ഞത്? ലീഗിന് മറവി കാണും, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് കേരളം മറന്നിട്ടുണ്ടാവില്ല. ഞാൻ കൂടുതലായി അതിലേക്ക് പോകുന്നില്ല സർ. ഞാൻ വിചാരിച്ചു ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളടക്കം കാണും. ഡോക്യുമെന്റൽ എവിഡൻസ്, സാധാരണ നമ്മുടെ പ്രമേയ അവതാരകൻ ഉൾപ്പെടെ അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. അവതരിപ്പിക്കുമ്പോൾ ഡോക്യുമെന്റൽ എവിഡൻസ് കൊണ്ടുവരും. ഇന്ന കാര്യം പരിശോധിക്കുക, ഇന്നത് പരിശോധിക്കുക. ഒരു ഡോക്യുമെന്റൽ എവിഡൻസും ഈ സഭയുടെ ഫ്ലോറിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല സർ. ഞാൻ പിന്നെ പരിശോധിച്ച ഒരു കാര്യം, ഈ ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ ഈ അടിസ്ഥാന സൗകര്യ വികസനം, ഈ LDF-ന്റെ MLA-മാരുടെ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പരിശോധിച്ചു. കാരണം ഓരോ തവണയും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മണ്ഡലങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുമ്പോൾ ആറന്മുളയിലെ കാര്യം പറയും, അവിടെ കൃഷി ഇറക്കിയ കാര്യം പറയും, അടിസ്ഥാന സൗകര്യ വികസനം പറയും, വിദ്യാഭ്യാസം പറയും. ഞാൻ ഹരിപ്പാടും നമ്മുടെ പറവൂർ മണ്ഡലം ഒന്ന് പരിശോധിച്ചു സർ. ഹരിപ്പാട് മണ്ഡലത്തിലും പറവൂർ മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയുടെ എല്ലാ MLA-മാരുടെ ഞാൻ എടുത്തിട്ടുണ്ട് സർ. UDF-ലെ പ്രതിപക്ഷ MLA-മാരുടെ എല്ലാവരുടെയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർ കിഫ്ബിയിൽ നിന്ന് ഉൾപ്പെടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുള്ളത് സർ. കിലോമീറ്ററുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേക്കാൾ 5000-ത്തിലധികം റോഡുകൾ BMNBC ടാറിംഗ് ചെയ്തു. നിഷേധിക്കാമോ? പൊതുവിദ്യാഭ്യാസ രംഗം 3 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വന്നു. എന്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. പറവൂർ മണ്ഡലത്തിലെയും ഹരിപ്പാട് മണ്ഡലത്തിലെയും ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 5 കോടിയും 1 കോടിയും ഫിഷറീസ് വകുപ്പിൽ നിന്ന് തീരദേശ മേഖലയിലെ സ്കൂളുകൾക്കുൾപ്പെടെ കൊടുത്തിട്ടുള്ള സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രമാക്കുവാൻ കൊടുത്തതിന്റെ കണക്കും കോടികളുടെ കണക്കും എന്റെ കയ്യിലുണ്ട് സർ. എന്താണ് ഇവർ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം? ഏത് മേഖലയിലാണ്? നിങ്ങൾക്ക് അഴിമതി ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്പെസിഫിക്കായി തെളിവുകളോടുകൂടി നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പഴയ ഓർമ്മ കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. ഇവിടെ തീർത്തും നിരുത്തരവാദപരമായി ശ്രീ PT തോമസ് MLA, തൃക്കാക്കര MLA, അദ്ദേഹം നേരത്തെ സംസാരിച്ചുകൊണ്ട് ശിവശങ്കറിനെ സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞു.
സർ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സലിം രാജിനെതിരെ കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ് അതിനെതിരെ പോയ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് കേരള ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് സർ. ആ ചോദ്യം എന്താണെന്ന് അറിയാമോ? ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, സലിം രാജാണോ ഉമ്മൻചാണ്ടിയാണോ എന്നാണ് ചോദിച്ചത്. സർ, ഈ ഓർമ്മകളൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ആ ധാരണകൾ ഉള്ളപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയാണ് എന്ന് ധരിച്ച് വശാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഇവിടെ കൃഷി ഞാൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ സന്തോഷ് മാധവന്മാരുടെ സർക്കാരായിരുന്നു സർ. സർക്കാരിന്റെ ഭൂമി, പാടങ്ങൾ, മെത്രാൻ കായൽ ഉൾപ്പെടെ തീരെഴുതി കൊടുക്കുവാൻ, വിറ്റു തുലയ്ക്കുവാൻ മടി കാണിക്കാത്ത സർക്കാരാണ് സർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ 107 ഫയലുകൾ CAG കണ്ടെത്തിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയ 107 ഫയലുകൾ തിരുത്തി ശരിയുടെ പക്ഷത്ത് നിലപാട് എടുത്തുകൊണ്ട് അതിൽ ഇടപെട്ട ഒരു സർക്കാരാണ് സർ സഖാവ് പിണറായി വിജയൻ സർക്കാർ. സർ, ഇവിടെ മെത്രാൻ കായലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കേരളത്തിൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ സർക്കാരിനെയും ഈ സർക്കാരിനെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. കാർഷിക രംഗത്ത് റെവല്യൂഷണറി ആയിട്ടുള്ള, വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് സർ. സർ, ഈ സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചേഞ്ച് ഈ കോവിഡാനന്തര കാലത്ത് ലോകത്തിന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു മാതൃകയാണ് സർ. സർ, 33,000 ഹെക്ടർ തരിശ് പാടത്തും തരിശ് കൃഷിയിടങ്ങളിലും നമ്മൾ കൃഷി ഇറക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഓരോ വീട്ടിലും പച്ചക്കറിയുണ്ട്. അതുപോലെ 30,000-ഓളം ഹെക്ടർ ഈ കഴിഞ്ഞ കോവിഡിന് മുൻപ് 4 വർഷക്കാലം കൊണ്ട് നമ്മൾ കൃഷി ചെയ്തു. ഇവിടെ കാണേണ്ടത് പ്രവാസികളെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടു. പ്രവാസി ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഇത്രയധികം പ്രവാസി ക്ഷേമത്തിന് വേണ്ടി നിലപാടെടുത്ത് പ്രവർത്തിച്ച ഒരു സർക്കാരില്ല സർ. സർ, ലോക കേരള സഭ പ്രവാസികൾക്ക്, ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് സംസാരിക്കുവാനും അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ. സർ, പ്രവാസി ഡിവിഡന്റ് ഫണ്ട്, പ്രവാസി പെൻഷൻ, അത് മാത്രമല്ല ഇപ്പൊ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടെ പ്രവാസികൾക്ക് 25%, ചെറുപ്പക്കാർക്കും പ്രവാസികൾക്കും 25% അവർക്ക് അവരുടെ വിഹിതം മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ ക്ഷീരമേഖല, അതുപോലെ ഫിഷറീസ്, ക്ഷീരഗ്രാമം പദ്ധതി, ആടുഗ്രാമം പദ്ധതി ഞാൻ വിശദീകരിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസന മേഖല ഞാൻ പറഞ്ഞു. UDFന്റെ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സർ, UDF കേരളത്തിൽ ഭരിച്ചപ്പോൾ പോലും കിട്ടാത്തത്ര പ്രോജക്ട്സും കിട്ടാത്തത്ര പണവുമാണ് ഈ പ്രോജക്ട്സിന് വേണ്ടി UDF MLA-മാരുടെ മണ്ഡലങ്ങളിൽ ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത് സർ. അതെന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കാണുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു. ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും ഈ സർക്കാർ കാട്ടുന്ന ജനകീയ ബദലാണ് സർ. എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃഷിയിൽ കോർപ്പറേറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെയോ സഹകരണ മേഖലയിലൂടെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ്, ജനകീയമാക്കുകയാണ് കൃഷി. കേരള ബാങ്ക് നിലവിൽ വന്നു. എന്ത് ജനകീയമായിട്ടുള്ള ഒരു ബദലാണ്, ഒരു ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന്, സഹകരണ മേഖലയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിന് സഹായകമായിട്ട് നിലകൊള്ളുകയാണ്. ഇപ്പൊ ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മുൻ ആരോഗ്യമന്ത്രിയെ ഞാൻ കാണുന്നില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു എന്ന് പഴി പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവും ആഭ്യന്തരമന്ത്രി ചുമതല വഹിച്ചിരുന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമന്ത്രിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ശ്രീ VS ശിവകുമാർ അന്ന് തിരക്കിലായിരുന്നു. എന്തിനായിരുന്നു? സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കോഴ വാങ്ങി എല്ലാവർക്കും മെഡിക്കൽ കോളേജ് അനുവദിച്ചു കൊടുക്കാൻ. എന്താണ് ആ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ എന്താണ് ചെയ്തത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി, അവിടെ ഡോക്ടർമാരുണ്ടെന്ന് ഉറപ്പാക്കി, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം 6 മണി വരെയായി OP മാറ്റി, നമ്മുടെ ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളായി മാറി. അതുപോലെ തന്നെ എനിക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ പറയുന്നതിന് ഉള്ള സമയമല്ല ഇത്. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തെ ആകെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ സ്വകാര്യ മേഖല കോവിഡ് ട്രീറ്റ്മെന്റിന് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരിശോധിക്കുക, കേരളത്തിൽ എത്ര പേർ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നുണ്ട് കോവിഡ് പരിശോധനയ്ക്കായി? സർക്കാർ മേഖലയാണ് ബഹുഭൂരിപക്ഷവും, 99% ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസം കൊണ്ടാണ്. നിങ്ങളുടെ കാലത്ത് സർക്കാർ ആശുപത്രി എന്ന് കേട്ടാൽ ആളുകൾ ജീവനും കൊണ്ട് ഓടുമായിരുന്നു. കാരണം സർക്കാർ ആശുപത്രിയിൽ പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലായിരുന്നു. ആ അവസ്ഥയെ മാറ്റിയെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആർദ്ര മിഷനിലൂടെ സർ, ലൈഫ് മിഷൻ, ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. എന്തുകൊണ്ടാണ്? ലൈഫ് മിഷനെ സംബന്ധിച്ച്, ലൈഫ് മിഷനിൽ ബഹുമാന്യനായിട്ടുള്ള
ശ്രീ പറവൂർ MLA മണ്ഡലത്തിൽ ഏതാണ്ട് 1200 വീടുകളാണ് ലൈഫ് മിഷനിലൂടെ ഈ 4.5 വർഷക്കാലം കൊണ്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹരിപ്പാട് MLA നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ 1700 വീടുകൾ ലൈഫ് മിഷനിലൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. സർ 4.5 വർഷം ഈ സർക്കാർ കൊടുത്തിട്ടുള്ള വീടുകളുടെ എണ്ണം ലൈഫ് മിഷനിലൂടെ ഇവിടെ പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. 2.25 ലക്ഷം രണ്ടാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ പടി പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിച്ച 50,000 പേർക്ക്, ഇപ്പോൾ മൂന്നാം ഘട്ടം 1 ലക്ഷത്തിൽ 1.25 ലക്ഷത്തിലധികം പേർക്ക്. സർ, ഇവർക്ക് ആരോപണമില്ല. ഇവർ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ നിങ്ങൾ പുകമറ സൃഷ്ടിക്കുവാൻ ശ്രമിച്ച വിഷയത്തിൽ എനിക്ക് 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. സർ, ഈ പണം ഇത് സർക്കാരിന്റെ പണമാണോ? ഈ പണത്തിന് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടോ? അതുകൊണ്ടാണ് നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായ മെമ്പർ ചോദിച്ചത്, പറവൂർ മണ്ഡലത്തിൽ വീടുകൾ പണിയുമ്പോൾ അത് സംബന്ധിച്ച് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് പണിയുമ്പോൾ അത് ഏജൻസികളോ വ്യക്തികളോ പണിതു കൊടുക്കുകയാണ്. അതുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, കേരളത്തിലെ പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ പാച്ചയിടരുതേ എന്നുള്ളതാണ്. വീട് നിർമ്മിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള വീടുകൾക്കുള്ളിൽ താമസിക്കുവാൻ അവർക്ക് അവസരം നൽകണം എന്നുള്ളതാണ്. സർ, PSCയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു ഇനി പിന്നാലെ വരുന്നവർ സംസാരിക്കും PSCയെ കുറിച്ച് എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സർ, ഇവർ CPO ലിസ്റ്റിനെ കുറിച്ച് പറയുന്നു, സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റിനെ കുറിച്ച്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു ലിസ്റ്റേ ഉണ്ടായിരുന്നില്ല. സർ, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. CPO റാങ്ക് ലിസ്റ്റ് 2014 വരെ ഉണ്ടായിരുന്നില്ല. 2014 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 4700 അധികം ആളുകൾക്ക് നിയമനം കൊടുത്തു. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 റാങ്ക് ലിസ്റ്റുകളായി. ആദ്യത്തെയും രണ്ടാമത്തെയും റാങ്ക് ലിസ്റ്റുകളിലായി 11,000 ചില്ലുവാനം ആളുകൾക്ക് ഇവിടെ നിയമനം കൊടുത്തു. നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ പ്രദീപ് കുമാർ MLA അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സർ, ഇവിടെ കേരളത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് ഈ സർക്കാർ എന്ത് ചെയ്തു? ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് ഓരോ മണ്ഡലത്തിലെയും ഞാൻ പറഞ്ഞത്. അതുകൂടാതെ കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് എന്ന് പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ. കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ 39 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് നിർത്തിയ ഗെയിൽ പൈപ്പ് ലൈൻ 444 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. അങ്ങനെ വാട്ടർ മെട്രോ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സർ, കൺസൾട്ടൻസികളെ കുറിച്ച് പറയുന്നു. സർ, 2015 ഓഗസ്റ്റ് 12 ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ്. സർ, ആ മീറ്റിംഗിൽ പങ്കെടുത്തത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അന്നത്തെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ എന്നിവരാണ്. അന്ന് ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതിനു മുൻപ് കൺസൾട്ടന്റ് ആയിരുന്ന കിറ്റ്കോയെ മാറ്റിക്കൊണ്ട് ആർട്സ് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയെ കൺസൾട്ടൻസി ഏൽപ്പിക്കുകയാണ്. സർ, അതുകൂടാതെ ആർച്ചിമെട്രിക്സ് എന്ന് പറയുന്ന, ഇത് കുഴപ്പമില്ല, അടുത്ത കൺസൾട്ടൻസി, അതും ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പേരിലാണ്. കുറവ് തുക കോട്ട് ചെയ്ത 2 കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ട് കൂടിയ തുക കോട്ട് ചെയ്ത ആർച്ചിമെട്രിക്സിനെ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് കൺസൾട്ടന്റായി ഏർപ്പെടുത്തി. സർ, ഇപ്പൊ തുടങ്ങിയതല്ല, 2005 മാങ്കോട് രാധാകൃഷ്ണൻ MLA ആയിരിക്കുമ്പോ അത് നിയമസഭയിൽ അന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. മറുപടി കൊടുത്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ചോദ്യം ഇതായിരുന്നു, ഭരണ നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് എത്ര കൺസൾട്ടൻസികളെ നിയോഗിച്ചു എന്നാണ്. എന്താണെന്ന് അറിയാമോ മറുപടി? ഒരു പദ്ധതി 36 കൺസൾട്ടൻസികൾ. 2005 കാര്യമാണ്. സർ, എന്റെ കയ്യിൽ കൺസൾട്ടൻസികളുടെ കണക്കുണ്ട്. അതുകൊണ്ട് കൺസൾട്ടൻസി രാജ് എന്നായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. അത് സുതാര്യമായിട്ടുള്ള നടപടികളിലൂടെ ഈ സർക്കാർ വലിയ പ്രോജക്ട് സംബന്ധിച്ചിട്ടുള്ള സുതാര്യമായിട്ടുള്ള ടെൻഡർ നടപടികളിലൂടെയാണ് കൺസൾട്ടൻസികളെ നിയോഗിച്ചിട്ടുള്ളത്. സർ, സോളമൻ രാജാവിനെ കുറിച്ച് ഒരു കഥയുണ്ട്. സർ, ആ കഥ 2 സ്ത്രീകൾ ഒരു കുഞ്ഞുമായി സോളമൻ രാജാവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് 2 പേരും പറഞ്ഞു, ഇത് എന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പോ സോളമൻ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ പകുതിക്ക് വെച്ച് മുറിച്ച് 2 പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ വേണ്ട, മറ്റേ സ്ത്രീക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു.
പക്ഷെ മറ്റേ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഒരു പകുതിയായാലും മതി, എനിക്ക് വേണം എന്ന് പറഞ്ഞു. എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുമ്പോൾ നുണ പറഞ്ഞ് അമ്മയാണെന്ന് പറഞ്ഞ സ്ത്രീയാണ് സാർ ഓർമ്മ വരുന്നത്. കാരണം മാനത്തൊരു മഴക്കാർ കണ്ടാൽ നദിയിൽ വെള്ളം പൊങ്ങി കേരളത്തിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാകുമ്പോൾ പിണറായി സർക്കാരിനെതിരെ തിരിയുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് സാർ അവർ. സാർ, സൂര്യൻ കത്തിജ്വലിച്ചാൽ ഇവിടുത്തെ കൃഷി മുഴുവൻ കരിഞ്ഞ് കർഷകർ പട്ടിണിയിലാകുമെന്നും കുടിവെള്ളമില്ലാതെ നരകിക്കുമെന്നും ഈ സർക്കാരിനെ പഴിചാരുമെന്നും സ്വപ്നം കാണുന്ന സർക്കാരാണ് സാർ. സാർ, എനിക്ക് പറയാനുള്ളത്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ നവകേരളത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും. ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും. ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും. സാർ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ പി ടി തോമസ് പറഞ്ഞു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. സാർ, ബാലനായിരിക്കുമ്പോൾ കൗമാരപ്രായത്തിൽ തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നടന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. 71 തലശ്ശേരി കലാപത്തിൽ മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നെഞ്ചുറപ്പോടെ നിന്ന, വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി പാറും. അവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയും ഒരിക്കൽ കൂടി അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നു.